ഫ്രണ്ട്സ്, അനിയൻ ഫാമിലി വ്ലോഗ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ടോട്ടൽ 3 ടിപ്സുകളാണ് കേട്ടോ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. എല്ലാവർക്കും വളരെ യൂസ്ഫുൾ ആവുന്ന 3 ടിപ്സുകളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് കുരുമുളകിൻ്റെ ഇലയാണ് കേട്ടോ. അപ്പോൾ കുരുമുളകിൻ്റെ ഇലയൊക്കെ എല്ലാ വീടുകളിലും കാണുമല്ലേ. അപ്പോൾ കുരുമുളകിൻ്റെ ഇല ഒരെണ്ണം എടുത്താൽ മാത്രം മതി. ഇനി ഈ ഇലയെ നമുക്ക് ഈ ഇടിയിലയിലേക്ക് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയോ അല്ലെങ്കിൽ ഒന്ന് കൈകൊണ്ട് പിച്ചി കീറിയോ ഇട്ടിട്ട് നന്നായിട്ട് നമുക്കൊന്ന് ചതച്ചെടുക്കണം. അപ്പോൾ നമ്മൾ ചെയ്യുന്ന ടിപ്സുകൾ വീട്ടിലുള്ള പല്ലികളുടെ ശല്യം പൂർണ്ണമായി ഒഴിവാക്കാൻ വേണ്ടിയിട്ടുള്ള ടിപ്സാണ് ഇന്ന് കാണിക്കുന്നത്. കാരണം പല്ലിയുടെ ശല്യം ഭയങ്കര കൂടുതലായിരിക്കും അല്ലേ. നമ്മളിപ്പോൾ കിച്ചണിലൊക്കെ ആണെങ്കിലും പല്ലിയുടെ ശല്യം ഭയങ്കരമായിട്ടായി നമുക്കത് ബുദ്ധിമുട്ടായി മാറും അല്ലേ. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ഇതുപോലുള്ള ടിപ്സുകൾ ചെയ്യുവാണെങ്കിൽ പൂർണ്ണമായിട്ട് നമുക്ക് പല്ലിയുടെ ശല്യം ഒഴിവാക്കാൻ സാധിക്കും. ഇടികല്ലിലേക്ക് ഇട്ടതിന് ശേഷം കുരുമുളകിൻ്റെ ഇല നന്നായി ചതച്ചെടുക്കണം കേട്ടോ. നന്നായിട്ട് ചതച്ചെടുത്തതിന് ശേഷം നമുക്കിതിലോട്ട് ഇത് കണ്ടോ, ഇതേപോലെ തന്നെ ചതച്ചെടുക്കണം. കണ്ടോ, കുറേ അലുത്തൊന്നും കിട്ടണ്ട. ഇനി നിങ്ങൾക്ക് വേണം ഇങ്ങനെ ഇതിൽ ഇടികല്ലിലൊക്കെ ഇട്ടിടിക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ മിക്സി ജാറിലേക്ക് 2-3 ഇലയൊക്കെ ഇട്ടിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മാത്രം മതി. പിന്നെ നിങ്ങൾ എടുക്കുന്ന സമയങ്ങളിലൊക്കെ എപ്പോഴും ഫ്രഷ് ആയിട്ടുള്ള കുരുമുളകിൻ്റെ ഇല എടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ ഇതേ കുരുമുളകിൻ്റെ ഇല ഞാൻ ചതച്ചത് പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരടപ്പ് വിനാഗിരിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ഒരൊറ്റ അടപ്പ് 1 സ്പൂണോ വിനാഗിരി എടുത്താൽ മാത്രം മതി. അത്രയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് അടുത്തതായിട്ട് എടുക്കേണ്ട സാധനം എന്ന് പറഞ്ഞാൽ കടുകാണ് കേട്ടോ. അപ്പോൾ ഇതേ കുറച്ച് ക്വാണ്ടിറ്റിയിൽ കടുക് എടുത്തിട്ട് നമുക്കൊന്ന് ഇടികല്ലിലിട്ടൊന്ന് ചതച്ചെടുക്കാം. അപ്പോൾ നിങ്ങൾ എപ്പോഴും ചെയ്യുമ്പോൾ അപ്പോൾ ഉള്ള കുറച്ച് സാധനങ്ങൾ മാത്രം എടുത്ത് ചെയ്താൽ മതി. അതാകുമ്പോൾ നല്ല ഫ്രഷ് ആയിട്ടിരിക്കും കേട്ടോ. ഇനി ആരും ഇത് ചെയ്തൊന്ന് ഫ്രിഡ്ജിലൊന്നും കൊണ്ടുവയ്ക്കാൻ ശ്രമിക്കരുത്. അപ്പോൾ ഇതേപോലെ ചതച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ചതഞ്ഞതിന് ശേഷം നമ്മുടെ ഈ പാത്രത്തിലേക്ക് തന്നെ അതും മാറ്റി കൊടുക്കണം. ഇത് ഭയങ്കര യൂസ്ഫുള്ളാണ് കേട്ടോ. കംപ്ലീറ്റ് ആയിട്ട് നമ്മുടെ വീട്ടിൽ പല്ലിയുടെ ശല്യം മാറിക്കിട്ടും കേട്ടോ. ഞാൻ ഇടയ്ക്ക് ചെയ്യുന്നതാണ്, നല്ല റിസൾട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. നമുക്കിത് പൊള്ളപ്പോൾ മാത്രമല്ല കേട്ടോ, ഇടയ്ക്ക് ഇതൊക്കെ ചെയ്ത് സ്പ്രേ ഒക്കെ അടിച്ചു പോലെ കൊടുക്കുകയാണെങ്കിൽ കംപ്ലീറ്റ് ആയിട്ട് നമ്മുടെ വീട്ടിൽ പല്ലി വരുന്നത് നിൽക്കുകയും ചെയ്യും കേട്ടോ. അപ്പോൾ ഇത് കണ്ടോ, ഇത് നന്നായിട്ട് നമ്മൾ വിനാഗിരിയും ഒക്കെ ചേർത്ത് വെച്ചത് അതിനകത്തോട്ട് വെള്ളം ആവശ്യത്തിന് ഒഴിക്കണം കേട്ടോ. ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് നല്ല രീതിയിൽ ഒന്ന് മിക്സാക്കി എടുക്കാം കേട്ടോ. നന്നായിട്ടൊന്ന് മിക്സാക്കിയതിന് ശേഷം നമുക്ക് ഇതിനെ അരിച്ചെടുക്കണം കേട്ടോ. അരിച്ചെടുക്കണം എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ സ്പ്രേ ബോട്ടിലോ അല്ലെങ്കിൽ ഒരു ബോട്ടിലൊക്കെയാണ് ജസ്റ്റ് ഹോൾസൊക്കെ അടപ്പിനിട്ടിട്ട് അങ്ങനെ എടുക്കും. എങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാം. പക്ഷേ ആ സമയത്ത് ഇത് ബ്ലോക്ക് ആകും. കാരണം ഇത് സ്പ്രേയറിലൊക്കെയാണ് അവിടെ കയറിയിരിക്കും. അതുകൊണ്ടാണ് നമ്മളിത് അരിച്ച് മാറ്റണമെന്ന് പറയുന്നത്. അപ്പോൾ ഇത് കണ്ടോ, അരിച്ച് മാറ്റിയിട്ടുണ്ട്. ഇതിൻ്റെ കളർ തന്നെ നോക്കി കണ്ടോ. അപ്പോൾ ഈ ഒരു സംഭവം നിങ്ങൾ തീർച്ചയായിട്ടും ചെയ്ത് നോക്കണം കേട്ടോ. നിങ്ങൾക്ക് 100% റിസൾട്ട് കിട്ടും. ഷുവറായൊരു കാര്യമാണ്. അപ്പോൾ ഇനി ഇത് നിങ്ങൾ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിലൂടെ അറിയിക്കണം. രണ്ടാമത്തെ ടിപ്സിലേക്ക് പോകാം. രണ്ടാമത്തെ ടിപ്പിനായിട്ട് നമ്മൾ എടുത്തിരിക്കുന്നത് കുരുമുളകിൻ്റെ ഇല തന്നെയാണ്. അപ്പോൾ കുരുമുളകിൻ്റെ ഇല ഇവിടെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ നമുക്കിതിനെയും ഒന്ന് ഇടികല്ലിലേക്ക് ഇട്ടിട്ട് ചതച്ചെടുക്കണം. അപ്പോൾ നമ്മൾ ആവശ്യത്തിന് മാത്രം അങ്ങനെ ചതച്ചെടുക്കുക കേട്ടോ. സാധാരണ ചെയ്യുക, ആവശ്യത്തിന് പറിക്കുക, ആവശ്യത്തിന് ചതയ്ക്കുക ഒക്കെ ചെയ്യാവുള്ളൂ കേട്ടോ. അപ്പോൾ അതിന് മുന്നേ ആയിട്ട് നമുക്ക് കുറച്ച് ചെറിയ ഉള്ളി ചതച്ചെടുക്കണം. 1 2 3 ഉള്ളി എടുക്കാം. പിന്നെ ചെറിയ ഉള്ളി എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ തീരെ ചെറിയ ഉള്ളിയൊക്കെ ഉണ്ടാവില്ല, ചിലപ്പോൾ നമുക്ക് പൊളിച്ചൊക്കെ എടുക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അങ്ങനത്തെ ഉള്ളിയായാലും മതി കേട്ടോ. നല്ല വലുതൊന്നും വേണമെന്നില്ല, ഉള്ളിയുടെ ആ സ്മെല്ല് കിട്ടിയാൽ മതി. അപ്പോൾ ഇടികല്ലിലേക്ക് ഇട്ടിട്ട് ഇതുപോലെ ചതച്ചെടുക്കണം. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ കുറച്ച് കുഞ്ഞ് ഇതൊക്കെ ഉണ്ടെങ്കിൽ, ഉള്ളിയൊക്കെ ഉണ്ട്, അത് പൊളിക്കാൻ പറ്റാത്തതൊക്കെ ആണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഇതിലോട്ട് ഇട്ട് കൊടുത്താൽ മതി. ഇട്ടിങ്ങനെ ഇടിച്ചെടുത്താൽ മതി കേട്ടോ. ഇനി അടുത്തതായിട്ട് നമുക്ക് ഈ ഉള്ളി ചതച്ചതിനകത്തോട്ട് നമുക്കിനി അടുത്തത് വേണ്ടത് ഇതുപോലെ കുരുമുളകിൻ്റെ ഇലയാണേ. കുരുമുളകിൻ്റെ ഇല നമുക്കെടുത്തിട്ട് നമുക്ക് അതിനെയും കൂടി ഇങ്ങനെ പിച്ചി കീറിയിട്ട് ഇതിനകത്ത് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ചതച്ചെടുക്കണം. അപ്പോൾ ഈ ഉള്ളിയുടെ ആ ഒരു നനവുള്ളത് കൊണ്ട് ഇത് പെട്ടെന്ന് മിക്സായി കിട്ടും. പിന്നെ ഇത് രണ്ടും കൂടി പെട്ടെന്ന് മിക്സ് ആവുകയും ചെയ്യുമല്ലോ ഇടിക്കുമ്പോൾ. അപ്പോൾ ഇതിനെ നന്നായിട്ട് ചതച്ചതിന് ശേഷം നമുക്ക് ഈ പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കണം കേട്ടോ. ഇപ്പോൾ തന്നെ നല്ലൊരു സ്മെല്ല് വരുന്നുണ്ട് കേട്ടോ. കുരുമുളകിൻ്റെ ഇലയുടെയും നമ്മുടെ ചെറിയ ഉള്ളിയുടെയും. ഇതിങ്ങനെ ചതച്ച് വെച്ചാലും പൂർണ്ണമായിട്ടും പല്ലി മാറും കേട്ടോ. എന്ന് വെച്ചാൽ ഇപ്പോൾ താഴെ ഒരു പാത്രത്തിലൊക്കെ ആക്കി വെച്ചാലും മതി. അല്ലെങ്കിൽ നിങ്ങൾ സ്പ്രേ ഉണ്ടാക്കി വെക്കണം. പിന്നെ സ്പ്രേ ഒക്കെ ഉണ്ടാക്കുമ്പോൾ എപ്പോഴും വെള്ളം ഒഴിച്ചിട്ട് ഒരു 10-15 മിനിറ്റെങ്കിലും അതിന് വെച്ചതിന് ശേഷം മാത്രമേ അരിച്ചെടുക്കാവുള്ളൂ കേട്ടോ. എന്നാലേ ഇത് കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് അതിൻ്റെ ഒരു ഗുണം കിട്ടുകയുള്ളൂ. അപ്പോൾ നമ്മൾ ഈ ചതച്ച് വെച്ച സാധനമൊക്കെ നമുക്ക് ഈ ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കണം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ
അതിന് മുന്നേ ആയിട്ട് ഞാൻ കായത്തിൻ്റെ പൊടി എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം ഇതിനകത്തോട്ടൊരല്പം കായത്തിൻ്റെ പൊടി ഇട്ട് കൊടുക്കുവാണ് പാത്രത്തിലേക്ക്. അതിനുശേഷം നമ്മൾ ഈ ചതച്ച് വെച്ച സാധനങ്ങളൊക്കെ കൂടി നമുക്കിതിലോട്ട് തട്ടിക്കൊടുക്കണം. കാരണം ഇതെല്ലാം കൂടി മിക്സ് ആകുമ്പോഴാണ് ആ ഒരു എന്ത് വരുന്നത്. പിന്നെ ഞാൻ എടുത്തിരിക്കുന്ന വെള്ളം നല്ല ചൂടുള്ള വെള്ളം തന്നെയാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതെല്ലാം കൂടി ചതച്ച് എല്ലാം കൂടി ഇതിനകത്തോട്ട് ഇട്ടിട്ടുണ്ട്. ഇനി നമുക്കിതിനെ നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കാം. അപ്പോൾ മിക്സ് ആക്കിയതിന് ശേഷം നമുക്ക് അരിച്ചൊരു പാത്രത്തിലേക്ക് മാറ്റേണ്ടത് കേട്ടോ. നല്ല ടിപ്സാണ് കേട്ടോ. ഈ കുരുമുളകിൻ്റെ ഇലയെന്ന് പറയുന്നത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള സംഭവമാണ്. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ വീടുകളിലെങ്കിലും അടുത്ത എവിടെയെങ്കിലുമൊക്കെ കൊണ്ട് 1-2 ഇലയൊക്കെ ചോദിച്ചാൽ ആരായാലും തരും കേട്ടോ. അപ്പോൾ അത് അങ്ങനെ ചെയ്താലും മതി. ഇത് കണ്ടോ, അതിൻ്റെ കളർ കണ്ടോ, ശരിക്കും ആ കുരുമുളകിൻ്റെ ഇലയുടെയൊക്കെ ആ ഒരു കളറുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കണം. എന്നിട്ട് നമുക്കിത് ആവശ്യത്തിന് ബോട്ടിലാക്കിയിട്ട് യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ എപ്പോഴും നിങ്ങൾ ചെയ്യുമ്പോൾ ഒന്ന് അരിച്ചെടുക്കാനൊക്കെ ആയിട്ട് ശ്രദ്ധിക്കണം കേട്ടോ. 3ാമത്തെ ടിപ്പിലേക്ക് കൂടി നമുക്ക് പോയേക്കാം. 3ാമത്തെ ടിപ്പിനായിട്ട് നമ്മൾ എടുത്തിരിക്കുന്നതും സെയിം കുരുമുളകിൻ്റെ ഇല എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് ഇടികല്ലിലിട്ട് ഒന്ന് ചതച്ചെടുക്കണം. നന്നായിട്ട് ചതച്ച് കിട്ടണം കേട്ടോ. അപ്പോൾ ഇടികല്ലിലേക്ക് ഇട്ടിട്ട് നമുക്ക് കുറച്ച് ക്വാണ്ടിറ്റി മതി കേട്ടോ, ഒത്തിരിയൊന്നും വേണ്ട. ഇപ്പോൾ നിങ്ങൾ എടുക്കുന്നത് അനുസരിച്ച് ഉള്ള രീതിയിൽ മതി കേട്ടോ. കുറച്ച് വെള്ളമല്ലേ നമ്മൾ ഉപയോഗിക്കുന്നുള്ളത് കൊണ്ടാണ്. അടുത്തതായിട്ട് നമ്മൾ ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്ന ആദ്യത്തെ സാധനം എന്ന് പറയുന്നത് പെരിഞ്ചീരകമാണ് കേട്ടോ. അപ്പോൾ പെരിഞ്ചീരകം ആദ്യം കുറച്ച് ഇട്ട് കൊടുക്കുക. ഒരു 1/2 സ്പൂണോളം പെരിഞ്ചീരകം എടുത്താൽ മതി. അത് ഇട്ടതിന് ശേഷം നമുക്ക് അതിലേക്ക് നന്നായിട്ട് ഇട്ട് കൊടുക്കേണ്ട സാധനം എന്ന് പറയുന്നത് ഇഞ്ചിയാണ്. ഇഞ്ചി എന്ന് പറയുന്നത് ഒരു അല്പം മതി കേട്ടോ, ഒത്തിരി ക്വാണ്ടിറ്റി ഒന്നും വേണ്ട. അപ്പോൾ നമുക്ക് ആദ്യം ഒന്ന് ഇതിനൊന്ന് ചതച്ചതിന് ശേഷം നമുക്ക് ഇഞ്ചിയും കൂടി ഇതിലോട്ട് ചേർത്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഇത് കണ്ടോ, ഒന്ന് ചതഞ്ഞാൽ മതി. കാരണം അതിൻ്റെ ആ ഒരു സ്മെല്ല് ഇത് കംപ്ലീറ്റ് ആയിട്ട് വരണം കേട്ടോ. അതിന് വേണ്ടിയിട്ടാണ്. ഇനി ഇല്ലെങ്കിൽ നിങ്ങൾ കൂടുതൽ ക്വാണ്ടിറ്റിയൊക്കെ മിക്സിയിലിട്ട് പൊടിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ അതെടുത്താലും മതിയേ. പിന്നെ നന്നായിട്ട് ഫ്രഷ് ആയിട്ടുള്ള ഇഞ്ചി എടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ ഇഞ്ചിയും ഇതിൻ്റെ ഓടൊപ്പം തന്നെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ചതച്ചെടുക്കുന്നുണ്ട് കേട്ടോ. നീ കണ്ടോ, അപ്പോൾ രണ്ടും കൂടി നന്നായിട്ട് മിക്സ് ആവുന്നുണ്ട്. ഒന്ന് ഒഴിച്ച് നന്നായിട്ട് അരഞ്ഞൊന്നും കിട്ടേണ്ട ആവശ്യമില്ല കേട്ടോ. അപ്പോൾ അത് ചതഞ്ഞതിന് ശേഷം നമുക്കിതിനെ ഒരു പാത്രത്തിലേക്ക് മാറ്റണം. അപ്പോൾ അതിന് മുന്നേ ആയിട്ട് നമുക്ക് ഇതിനകത്തോട്ട് ഒരു സാധനം കൂടി ചേർത്ത് അങ്ങനെ ചതച്ച് കൊടുക്കാം കേട്ടോ. നമ്മുടെ കുരുമുളകിൻ്റെ ഇലയും കൂടി, കാരണം എല്ലാം കൂടി ഒരേപോലെ ചെയ്യുമ്പോൾ നന്നായിരിക്കുമല്ലോ. അപ്പോൾ ഇത് കണ്ടോ, ഞാനൊരു അല്പം കുറച്ച് ക്വാണ്ടിറ്റി മതി കേട്ടോ. ഒരു എണ്ണം ഫുള്ളായിട്ട് എടുത്തിട്ടില്ല, കുറച്ച് എടുത്തിട്ടുള്ളൂ. അതിൻ്റെ ഇലയും കൂടി ഇതിനകത്തിട്ട് ഇട്ടിട്ട് നന്നായിട്ട് ചതച്ചെടുക്കുന്നുണ്ട് കേട്ടോ. ഇത് കണ്ടോ, ഇതേപോലെ നമ്മൾ ചതച്ചങ്ങ് എടുത്താൽ മതി. അപ്പോൾ ഇതെല്ലാം കൂടി നല്ല രീതിയിൽ മിക്സ് ആവുന്നുണ്ട് കേട്ടോ. ഇത് കണ്ടോ, നന്നായിട്ട് മിക്സായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിനെ നന്നായിട്ട് ഒന്നുകൂടി ചതച്ചെടുത്തതിന് ശേഷം നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റിയെടുക്കാം. ഇതും നമ്മുടെ വീട്ടിലുള്ള കംപ്ലീറ്റ് ആയിട്ടുള്ള പല്ലികളെ തുരത്താൻ വേണ്ടി പറ്റുന്ന സൂപ്പർ ടിപ്പാണ് കേട്ടോ. അപ്പോൾ ഇത് കണ്ടോ, നന്നായിട്ട് ചതഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. അപ്പോൾ ഇത് മാറ്റിയതിന് ശേഷം നമുക്ക് വെള്ളമൊക്കെ ചേർത്ത് കൊടുക്കേണ്ടത് കേട്ടോ. അപ്പോൾ പിന്നെ നിങ്ങൾ എടുക്കുന്ന സമയങ്ങളിലൊക്കെ വളരെ കുറഞ്ഞ ക്വാണ്ടിറ്റിയിൽ വെള്ളം എടുക്കുമ്പോൾ അതിൻ്റെ ഗുണം കംപ്ലീറ്റായിട്ട് കുറച്ച് വെള്ളത്തിലല്ലേ കിട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് കിട്ടുന്ന റിസൾട്ടും 100% യൂസ്ഫുള്ളായിട്ടുള്ളതായിരിക്കും. അപ്പോൾ ഇതെല്ലാം കൂടെ മാറ്റിയതിന് ശേഷം ഇതിനകത്തോട്ട് വെള്ളം ഒഴിക്കുകയാണ് കേട്ടോ. കണ്ടോ, നല്ല ചൂടുള്ള വെള്ളമാണ് ഒഴിച്ച് കൊടുക്കുന്നത്. അപ്പോൾ വെള്ളം ഒഴിച്ചതിന് ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കണം. നല്ല രീതിയിൽ മിക്സാക്കി കൊടുക്കണം കേട്ടോ. അപ്പോൾ ഇത് നന്നായിട്ട് മിക്സാക്കിയിട്ടുണ്ട്. ഇനി നമുക്കിതിനെ നേരെ ഒരു അരിപ്പ് എടുത്തിട്ട് അരിച്ച് മാറ്റിയെടുക്കണം കേട്ടോ. അത്രയും മാത്രം മതി. കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് ഇതിൻ്റെ റിസൾട്ട് കിട്ടും. ഇനി എവിടെയാണോ കൂടുതലായി കാണുന്നത് ആ ഭാഗത്തൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മാത്രം മതി കേട്ടോ. അപ്പോൾ നിങ്ങളുടെ എല്ലാവരും സപ്പോർട്ടുകൾ പ്രതീക്ഷിക്കുന്ന പോസിറ്റീവ് നെഗറ്റീവായ കമൻറ്റുകൾ ഇടുക കേട്ടോ. അപ്പോൾ ടാറ്റാ ബൈ ബൈ, സീ യു.